അസ്സലാമു അലൈക്കും. പഹൽഗാം ഭീകരാക്രമണം നമ്മൾ ആരും മറന്നിട്ടില്ല. ആ സമയത്താണ് കലിമ എന്നൊരു വചനം ചർച്ചയാകുന്നത്. എന്താണ് കലിമ? ഇസ്ലാമിൽ കലിമയുടെ പ്രാധാന്യം എന്ത്? നമുക്ക് പരിശോധിക്കാം. ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതാണ് ഇതിന്റെ പൂർണ്ണരൂപം. ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ലെന്നും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നതാണ് ഇതിനർത്ഥം. ഈ വചനം മനസ്സുകൊണ്ട് അംഗീകരിക്കുകയും ജീവിതത്തിൽ പ്രാപ്തമാക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തി മുസ്ലിം ആകുന്നത്. അങ്ങനെ ഒരു യഥാർത്ഥ മുസ്ലിമിനാണ് 5 നേരത്തെ നമസ്കാരവും സക്കാത്ത് കൊടുക്കലും നോമ്പനുഷ്ഠിക്കലും നിർബന്ധമാകുന്നത്. സങ്കടങ്ങളും പ്രയാസങ്ങളും സന്തോഷങ്ങളും പ്രതീക്ഷകളും എല്ലാം അള്ളാഹുവിൽ അർപ്പിക്കുക എന്നതാണ് ഷഹാദത്ത് കലിമയുടെ കാതൽ. സൂറത്തുൽ ഫാത്തിഹയിലെ 5-ാമത്തെ വചനത്തിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നുണ്ട്. ഞാൻ അള്ളാഹുവിൽ മാത്രമേ ആരാധിക്കുകയുള്ളൂ, അള്ളാഹുവിൽ മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്നതാണ് ഇതിനർത്ഥം. ഷഹാദത്ത് കലിമയിൽ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന പാതയിൽ കൂടി സഞ്ചരിക്കുക, കൽപ്പനകൾ അനുസരിക്കുക, പ്രവാചകൻ വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, പ്രവാചകന്റെ മാതൃകയിൽ അള്ളാഹുവിനെ ആരാധിക്കുക എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയിരിക്കുന്നു.